ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സത്യം പറയാ, എനിക്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയുടെ കഥയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ അവസാനം വരെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ നോക്കി അവസാനം എത്തുമ്പോൾ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറയാണ്, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവേണ്ടി വരില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ കഥയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാം, കൂടുതലായിട്ടൊന്നും ഞാൻ പറയില്ല. കുറച്ച് വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമി പൂർണ്ണമായിട്ടും നശിച്ചു പോവാണ്. അപ്പൊ ഭൂമിയിൽ നിന്നും കിലോമീറ്ററുകൾ നീളമുള്ള വലിയൊരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ടാനിസ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്നും നമ്മുടെ കഥാനായകൻ എഴുന്നേൽക്കുകയാണ്, ബോവർ. പിന്നീട് പതിയെ ഓരോ രഹസ്യങ്ങളും അവൻ മനസ്സിലാക്കി വരികയാണ്. ശരിക്കും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നാ പിന്നെ കഥയുടെ ഈ മായാലോകത്തിലേക്ക് പോവല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് പാൻഡോറം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ 60,000-ഓളം മനുഷ്യരെ വഹിച്ചുകൊണ്ട് ഒരു പേടകം ഡീപ്പ് സ്പേസിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും ഭൂമിയെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യവംശം ആ ഒരു ജീവികളെ നമ്മളെ തന്നെ രക്ഷപ്പെടുത്താനുള്ള അവസാന മാർഗം എന്നോണാണ് എലൈസിയം എന്ന ഈ ഭീമാകാരമായിട്ടുള്ള ഈ ഒരു സ്പേസ് ഷിപ്പിൽ 60,000-ഓളം ആൾക്കാരെ നിറച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ടാനിസ് എന്നൊരു ഗ്രഹമാണ്. ഭൂമിയിൽ ഭക്ഷണത്തിനുള്ള എല്ലാവിധ സോഴ്സുകളും ഇല്ലാതായി മനുഷ്യന് ഒരു രീതിയിലും അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സോ കുറച്ചെങ്കിലും ഈ 60,000 മനുഷ്യരെങ്കിലും സർവൈവ് ചെയ്യട്ടെ, മനുഷ്യകുലം അത് ബാക്കിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രഹം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എലൈസിയം എന്ന ഈ ഒരു പെട്ടകത്തെ അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി 150-200 വർഷത്തോളം കാലയളവ് വേണ്ടി വരും. അത്രയും കാലമൊന്നും ചിലപ്പോൾ മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പ്രത്യേകതരം ക്രയോസ്ലീപ്പിലേക്ക് വിടുകയാണ്. അതായത് മനുഷ്യന് പ്രായമാകില്ല, ഓവർ ഏജ് ആവില്ല, ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവരങ്ങനെ നിന്നോളും. അങ്ങനെ ഈ ഒരു പെട്ടകം എലൈസിയം പുറപ്പെട്ട് 8 വർഷത്തിനു ശേഷം ഇതിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതായിരുന്നു ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ മെസ്സേജ് ഇതിലേക്ക് വന്നത്. നമ്മുടെ ഭൂമി പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്, ഇനി ഒരൊറ്റ ജീവൻ പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ഭൂമിയിൽ നിന്നും ഭൂമി നശിച്ചു എന്നുള്ള അവസാനത്തെ മെസ്സേജ് പാൻഡോറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സീൻ കട്ടായി. എത്ര വർഷം കഴിഞ്ഞു എന്നൊന്നും കാണിക്കുന്നില്ല, അറിയില്ല എത്ര വർഷം കഴിഞ്ഞു എന്ന്. ക്രയോസിപ്പിലായിരുന്ന ഒരു യുവാവ് ബോവർ, ഇവൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. ഇങ്ങനെ എഴുന്നേറ്റപ്പോ അവൻ വിചാരിച്ചത് അവനെ ആരോ ഒരു കൂട്ടിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ ഒരു ഭയത്തിൽ അവൻ അരലകറി വിളിച്ച് കരയുന്നുണ്ട്. പക്ഷെ ആരും വന്ന് അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല. എന്നാൽ പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു സ്ലീപ്പിംഗ് ചേംബർ ഇത് തുറന്നുകൊണ്ട് ബോവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് എങ്ങനെയാണോ പുറത്തേക്ക് വന്നത് ആ രീതിയിലായിരുന്നു. ബോവറിന് ഒരു കാര്യം ഓർമ്മയില്ല. എന്തായാലും ഇവന്റെ ശരീരത്തിൽ ഒരുപാട് വയറുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഊരി വലിച്ച് കളയാണ്. മാത്രമല്ല ഇവന് പെട്ടെന്നൊന്നും നടക്കാനൊന്നും കഴിയുന്നില്ല. ഒരു കാര്യം പറഞ്ഞതുപോലെ ഓർമ്മ വരുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ച് അവിടുത്തെ ആ ഒരു ലൈറ്റ് കെട്ടുപോവാണ്. എങ്ങനെയൊക്കെയോ ഒരു ബൾബ് കയ്യിലേക്ക് എടുത്ത് അതുകൊണ്ട് ഇങ്ങനെ ബോവർ അവൻ എണീച്ച ആ ഒരു ചേംബർ ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ നോക്കിയപ്പോ അതിന്റെ മുകളിൽ ആ ഒരു പേരുണ്ട് ബോവർന്ന്. അങ്ങനെയാണ് ഈ ബോവർ അതിന്റെ പേരാണ്, അല്ലെങ്കിൽ അവന്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കിയത്. പിന്നെ അവിടെ തന്നെ അവന്റെ ലോക്കർ ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്നും വസ്ത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് അണിയുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മെമ്മറി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കോളും. അതുപോലെ തന്നെ ആ ലോക്കറിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആരാണെന്നൊന്നും ഈ ഒരു ബോവറിന് അറിയില്ല കേട്ടോ. ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ചേംബർ കൂടെ ഓപ്പൺ ആവുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് മെക്കാനിക്കലി എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ അയാളുടെ ആ ഒരു പോഡിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഫൈറ്റ് എന്നാണ്. അപ്പൊ ഫൈറ്റിനും ഇതുപോലെ പുറത്തേക്ക് വന്ന സമയത്ത് അവനൊന്നും ഓർമ്മയില്ല, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. നീ ആരാണ് എന്നൊക്കെ ബോവറിനോട് ചോദിക്കുന്നുണ്ട്. ബോവറും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ശരീരത്തിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ സ്കിൻ ഉണ്ടാവും. ഇതെല്ലാം പറിച്ചു വലിച്ചു കളയാണ്. അങ്ങനെ ബോവറിന് അറിയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ ഫൈറ്റോണ് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ആകെ അറിയാവുന്ന കാര്യം ഇവർ രണ്ടുപേരും എലൈസിയം എന്ന അതിഭീമമായിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലാണ്. ഇതങ്ങനെ സ്പേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് ഇവർക്കൊന്നും നിലവിൽ ഇപ്പൊ അറിയില്ല, ഓർമ്മയില്ല എന്ന് വേണം പറയാം. എന്തായാലും പിന്നീട് ആ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പതിയെ രണ്ടുപേർക്കും ഓരോ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ ഈ ബോവറിനും ഫൈറ്റിനും അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ ആ ഓരോ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് ഇവരൊരു മെക്കാനിക്സ് ആണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇനി ആരെങ്കിലും ഇതുപോലെ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മൈക്കിലോട് ചോദിക്കുമ്പോൾ എന്ത് പേരിലാണ് ഇവരെ തന്നെ അഡ്രസ് ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. സോ ഇവരുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടാറ്റുയുടെ നമ്പർ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു നമ്പറാണ്, ആരെങ്കിലും ഇവിടെ ജീവനോടെ ഉണ്ടോ, എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ആകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. ഇതേ സമയത്തിന് വീണ്ടും ഈ ഒരു ഷിപ്പിന് വല്ലാത്തൊരു ഷെയ്ക്ക് സംഭവിക്കുകയാണ്. ഇപ്പൊ ഈ ഫൈറ്റിന് പറയാണ് ബോവർ നീ ഒരു കാര്യം ചെയ്യും, പതിയെ ആ ഒരു റിയാക്ടറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവും, അത് നേരെ ആക്കിയിട്ടുണ്ടെങ്കിൽ പവറും സപ്ലൈയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നോളും. എന്തായാലും എങ്ങനെയാ പോവാൻ നോക്കുമ്പോൾ മെയിൻ ഡോർ ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഡോർ തുറക്കാനായിട്ട് ആരോ ശ്രമിച്ചിട്ടുമുണ്ട്. എന്തായാലും ബോവർ ഇപ്പോൾ മുകളിലുള്ള ആ ഒരു വിൻഡോയിലൂടെ പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതൊരു ചെറിയ വഴിയായിരുന്നു. പോകാൻ നേരത്ത് കരണ്ട് പോവാണ്, നല്ല ഇരുട്ടുമായിട്ടുണ്ട്. തിരിച്ചു വരാൻ നോക്കുമ്പോൾ ചെറിയ വഴി ആയതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാൻ കഴിയുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെ ആ ഒരു ചെറിയ വഴിയും കടന്നിട്ട് ബോവർ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എത്തിയെന്ന് പറയാൻ കഴിയില്ല, ചെന്ന്
നിന്ന് വീണതാണ്. അപ്പൊ അവിടെ തന്നെ ഒരു ബോഡി കിടക്കുന്നത് കാണുന്നുണ്ട്, ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ. മാത്രമല്ല ബോവറും അതുപോലെ ഈ ഫൈറ്റിനും എഴുന്നേറ്റ സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് കൂപ്പർ എന്ന പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആള് മിക്കവാറും ഈ കൂപ്പർ തന്നെയായിരിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെയോ അപകടങ്ങളുണ്ട് ബോവറിന് മനസ്സിലായി, ഫൈറ്റിന് മനസ്സിലായി. രണ്ടുപേരും സംസാരിക്കുന്നത് ഒരു വയർലെസ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത്യാവശ്യം ദൂരം ഇവർ പോയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് കണക്ട് ആവുന്നില്ല. ഇപ്പോ ഈ ബോവറിന് എന്ത് സംഭവിച്ചു എന്ന് ഫൈറ്റിന് മനസ്സിലാവുന്നില്ല. ഫൈറ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബോവറിന് അത് പറ്റുന്നുമില്ല. എന്തായാലും ബോവർ അങ്ങനെ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ തന്നെ ഫുള്ളും ഈ നീണ്ടു കിടക്കുന്ന വഴികളായിരിക്കും. അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ത്രീയെ കാണുകയാണ്. കണ്ടപ്പോ തന്നെ ബോവർ ആ ഒരു സ്ത്രീയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ബോവറിനെ കണ്ട അടുത്ത നിമിഷം തന്നെ ഈ പെണ്ണ് ഒരൊറ്റ ഓട്ടം ഓടുകയാണ്. അങ്ങനെ പിന്നാലെ ചെന്ന് ബോവർ ഒരു വിധത്തിൽ ഇരുട്ടിൽ അവളെ കാണുകയാണ്. അപ്പൊ അവളെ പിടിച്ചിട്ട് നീ എങ്ങോട്ട് ഈ ഓടുന്നത്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതെന്നല്ല. ഇത് പറഞ്ഞിട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അത് ആ പെണ്ണായിരുന്നില്ല. ഒരു ട്രാപ്പിൽപ്പെട്ട് ദയനീയമായിട്ട് മരിച്ചു കിടക്കുന്ന ഈ ബോവറിനെ പോലെ തന്നെ ക്രയോസേപ്പിൽ നിന്ന് എണീച്ച ഒരാളായിരുന്നു. ഇതേ സമയം തന്നെ അവിടെ ഒളിച്ചിരുന്ന ഈ ഒരു പെണ്ണുണ്ടല്ലോ, നാഡിയ എന്നാണ് അവളുടെ പേര്. അവള് ചാടി വീണ് നമ്മുടെ ബോവറിനെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ ആ ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ഇത് മേടിക്കാനുള്ള സാവകാശം ഈ ഒരു പെൺകുട്ടി കിട്ടിയില്ല. എന്തോ ഒരു ലൈറ്റ് കണ്ട് അവൾ അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ്, അതായത് ഈ നാഡിയ തന്നെ. അപ്പൊ ബോവർ നോക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാണ് വരുന്നത്? മിക്കവാറും മനുഷ്യരായിരിക്കുമല്ലോ, സ്പേസ്ഷിപ്പ് അല്ലേ, ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഈ പെണ്ണെന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ബോവർ അങ്ങോട്ടേക്ക് നോക്കുന്നത്. എന്നാൽ വരുന്ന സാധനങ്ങൾ അത് വെറും മനുഷ്യരായിരുന്നില്ല, ഒരുമാതിരി മനുഷ്യരൂപമുള്ള ഒരു മൃഗങ്ങളായിരുന്നു. മിക്കവാറും ഇത് ഏലിയൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആകെ പേടിച്ചൊരു പരുവായ ബോവർ ഉണ്ടല്ലോ ഒരുവിധം പോയി ഒളിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ഫൈറ്ററുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അത് ഓക്കെ ആവണം, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ തന്നെ ഈ ബോവർ ഫൈറ്റിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഫൈറ്റൻ വലിയൊരു ഇഷ്യൂ ഉണ്ട്, അതായത് അവൻ കണ്ട കാര്യത്തെ പറഞ്ഞു കൊടുക്കാണ്. മനുഷ്യരൂപമുള്ള ചില ഏലിയൻസ് പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. ഇതേ സമയത്ത് ഫൈറ്റൻ പറയാണ്, എടോ അതിനേക്കാൾ വേറൊരു പ്രശ്നമുണ്ട്, ആ ഒരു റിയാക്ടറിന്റെ ഭയങ്കരമായിട്ടുള്ള മോശാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് അത് നന്നാക്കിയിട്ടില്ലെങ്കിൽ മുഴുവനായിട്ടും ഇത് പൊട്ടി തകരും. അതിന് മുന്നേ നീ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോ, അതൊന്ന് നേരാക്ക്. ഇതേ സമയത്തിന് ബോവർ പറയുന്നുണ്ട്, അതിലെനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഫൈറ്റൻ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൽ ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവുമല്ലോ, അതിലൂടെ ഈ റിയാക്ടറിലേക്കുള്ള ആ ഒരു വഴി നോക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ബോവറിന് പതിയെ അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അതുപോലെ തന്നെ പോകാൻ നേരത്ത് ബോവറിന് ഒരു വെപ്പൺ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുന്ന ഈ യാത്രയിൽ അത് അത്യാവശ്യമാണ്. കാരണം എന്താണ്, പല രീതിയിലുള്ള നരഭോജികളായിട്ടുള്ള ഏലിയൻസ് ആണ് ചുറ്റുമുള്ളത്. എന്തായാലും മുന്നോട്ടേക്ക് പോകുന്തോറും ബോവറിന് എന്തോ പോലെ തോന്നുകയാണ്. കാരണം അവന്റെ പിന്നിൽ ആരും ഉള്ളതുപോലെ. എന്തായാലും പിന്നീട് അവൻ ചിന്തിക്കുകയാണ്, ഇത് വെറൊരു തോന്നലായിരിക്കും എന്ന് കരുതി പതിയെ ബോവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു ട്രാപ്പിൽ പെട്ടെടുക്കുന്ന ഒരാളെ കാണുകയാണ്. മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാതെ നേരെ ഇതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ജീവനുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ഈ ബോവറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇയാളും കരുതിയത് ഇയാളെ തിന്നാൻ വന്ന ആ ഒരു ഏലിയൻ ആയിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെയോ ഈ ബോവർ ഇയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇയാളുടെ പേര് ഷെപ്പേഡ് എന്നാണ്. അപ്പൊ ഈ ഷെപ്പേഡ് പറയുന്നത്, ബോവറെ നീ ഇപ്പൊ എഴുന്നേറ്റതല്ലേ, അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും നിനക്ക് യാതൊരു ധാരണയില്ല, അതുകൊണ്ട് നിന്നോട് സംസാരിച്ചു തന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഈ ഷെപ്പേഡ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം എന്താ, ഇപ്പൊ ബോവർ നോക്കുമ്പോൾ ആ ഒരു നീല വെളിച്ചം വീണ്ടും കാണാണ്. ആ ഏലിയൻസ് അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയൊക്കെയോ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ബോവർ അവിടെ വിളിക്കുകയാണ്. മാത്രമല്ല ഈ സമയത്ത് ബോവറിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ സ്പേസ് ഷിപ്പിൽ പല ഭാഗത്തായിട്ട് പല ആൾക്കാരും ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഈറ്റകളെ പേടിച്ച്, ഈ ജീവികളെ പേടിച്ച് പല ഭാഗത്തായിട്ട് മിണ്ടാതെ ഒളിച്ചിരിക്കുകയാണെന്ന്. എന്തായാലും ആ ഒരു ജീവികൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നില്ലേ, ഈ ഷെപ്പേഡിനെ ഈറ്റങ്ങൾ കാണുകയാണ്. മാത്രമല്ല മൃഗീയമായിട്ടിനെ വലിച്ചു കയറി അവനെ തിന്നു തുടങ്ങുകയാണ്. ഇത് കണ്ടാകെ വിറച്ചു പോയ നമ്മുടെ ബൂവർ ഉണ്ടല്ലോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഓടുന്ന വഴിക്ക് അവൻ താഴേക്ക് നോക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു കേബിൾ അവന്റെ കാലിൽ കുടുങ്ങി. ആ കേബിളോട് തന്നെ അവൻ താഴേക്ക് വീഴുന്നുണ്ട്. തലകീഴായി അങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് അവന് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇതേ സമയത്തിന് ആ ഒരു കേബിൾ മുകളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഈ ഒരു നരഭോജികള് അല്ലെങ്കിൽ ഏലിയൻസ് എന്ത് വേണമെങ്കിലും പറയാം, ഇതെന്താണെന്ന് അറിയില്ല. സോ ഈറ്റങ്ങൾ അങ്ങനെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ജാപ്പനീസ് നിഞ്ചയെ പോലെ തോന്നുന്ന ഒരുത്തം വന്നിട്ട് ആ ഒരു കേബിൾ കട്ട് ചെയ്തിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാണ്. നോക്കുമ്പോൾ ഒരു ജപ്പാൻകാരൻ തന്നെയാണ്. എന്നാൽ ഇയാളൊരു കർഷകനാണ്. അതുകൊണ്ട് തന്നെ മര്യാദക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഈ 60,000 ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ഷിപ്പ് പോകുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടാവുമല്ലോ. സോ ആ രീതിയിൽ ഒരു കർഷകനെയും വെച്ചതായിരിക്കണം. എന്തായാലും ആ ഒരു മനുഷ്യന് ഇംഗ്ലീഷ് അറിയില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ആംഗ്യ ഭാഷയിലൂടെ ഇവർ സംസാരിക്കുകയാണ്. അതായത് ഈ ഷിപ്പ് ഭയങ്കര ആപത്തിലാണ്. ആ റിയാക്ടർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നേരാക്കിയിട്ടില്ലെങ്കിൽ ഇത് തകർന്നു പോകും. കാര്യം മനസ്സിലായ ഈ ജപ്പാൻകാരുണ്ടല്ലോ ബോവറിന്റെ കൂടെ കൂടുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു റിയാക്ടറിന്റെ അടുത്തേക്ക് പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നേരത്തെ കണ്ട നാഡിയ എന്ന് പറഞ്ഞ ലേഡി ശത്രുക്കളാണെന്ന് കരുതിയിട്ട് വീണ്ടും ഇവരെ ആക്രമിക്കുകയാണ്. എന്നാൽ ഒരു വിധത്തിൽ ഈ ജപ്പാൻകാരൻ അവളെ പ്രിവെന്റ് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞങ്ങൾ എന്തിനാ ആക്രമിക്കുന്നത്, നിന്നെ പോലെ തന്നെ സർവൈവ് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് ആ ഒരു റിയാക്ടർ അത് ഭയങ്കര മോശാവസ്ഥയിലാണ്. ഇപ്പോൾ അതിനെങ്ങനെയെങ്കിലും നന്നാക്കണം. അപ്പൊ നീയും ഞങ്ങളുടെ കൂടെ കൂടി നമുക്കൊരു ടീമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ജോലി വേഗം തീർക്കാൻ കഴിയുമെന്ന് പറയാണ്. അങ്ങനെ നാഡിയും ഇവരുടെ കൂടെ കൂടുകയാണ്. എന്നാൽ അധികം വൈകിയില്ല. ഇവരുടെ ആ ഒരു ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ഈ നരഭോജികൾ, ഈ ഏലിയൻസ് പാഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നാഡിയ
അവളുടെ ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് ഇവരെ രണ്ടുപേരും കയറ്റിയിട്ട് അത് ലോക്ക് ചെയ്യാണ്. നാഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു നേച്ചർ സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ ഭൂമിയിലുള്ള പലതരം സ്പീഷീസ് ജീവികൾ, പിന്നെ ചില ചെടികൾ, ഇതിന്റെയൊക്കെ ഒരുപാട് വലിയ കളക്ഷൻ തന്നെ ആ ഒരു ക്യാബിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ ഇവർക്ക് നന്നായിട്ട് വിശക്കുമ്പോൾ നാഡിയ ഇവർക്ക് കഴിക്കാനായിട്ട് ഒരു നല്ല എന്താ പറയുന്നത് വെട്ടുകിളി അതുപോലെ തന്നെ തിന്നാൻ കൊടുക്കുകയാണ്. കഴിച്ചോ, നല്ല പ്രോട്ടീൻ ആണെന്ന് പറയാണ്. നമുക്ക് സർവൈവ് ചെയ്യാം. ഈ ചോറ് പോലെ ചാക്ക് കണക്കിന് തിന്ന് വയറ് നിറക്കൊന്നും വേണ്ട. ഇതുപോലെ ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരിത്തിരി കഴിച്ചാൽ മതി. അതുപോലെ തന്നെ പല കാര്യങ്ങളും ബോവർ ഇപ്പൊ ഈ നാഡിയോട് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്ര കാലമായി, 8 വർഷമോ 10 വർഷമോ എത്ര വർഷമായി? ഇപ്പൊ നാഡി പറയാണ് അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മളൊന്നും വിചാരിക്കുന്ന ആ ഒരു സമയം ആയിരിക്കില്ല. ഇവിടെ സീൻ കട്ടാവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ചെറിയൊരു മയക്കത്തിലായിരുന്ന ഫൈറ്റിനെയാണ്. എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ചൊന്നും നേരിട്ട് നോക്കുമ്പോൾ കാണുന്നില്ല. ഒരു ആയുധം പോലെ എന്തോ ഒന്നും കയ്യിലെടുത്തിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ കുറെ വയറുകളുണ്ട്. എന്തോ ഗ്രീസ് പോലെ നിറയെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഈ ആയുധം നീട്ടിയിട്ട് മര്യാദക്ക് പുറത്ത് വന്നെന്ന് പറയുമ്പോൾ ഒരു കൈ ഒരാൾ പുറത്തേക്ക് ഇടുകയാണ്. പതിയെ ഈ ഒരു ഗ്രീസിന്റെ ഉള്ളിൽ നിന്നും ഇയാൾ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ദയനീയമായിട്ടുള്ള ആ അവസ്ഥയിൽ ഇയാൾ പറയാണ് രക്ഷിക്കണേ എന്ന്. ഇപ്പോ ഈ ഫൈറ്റിന് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പേര്? ഗ്യാലോ അതാണ് എന്റെ പേര്, ദയവ് ചെയ്തിട്ട് എന്നെ രക്ഷിക്കുന്ന ഇയാൾ പറയണം. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. ഇയാൾ നല്ല ഭയത്തിലാണ് ഇപ്പോ. അടുത്ത സീനിൽ ഈ നാഡിയ ഇവർ രണ്ടുപേരെയും ബോവറിനെയും ഈ ജപ്പാൻകാരനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു ചേംബറിലേക്ക് എത്തുകയാണ്. കാരണം ഇവിടെയാണ് ആ ഒരു റിയാക്ടറേറ്റ് ഉള്ളത്. എന്നാൽ ഈ ഒരു റൂമിലാണ് ഒരുപാട് പോഡുകൾ ഉള്ളത്, ഒരുപാട് പേരെ ഇതുപോലെ ക്രയോ സ്ലീപ്പിൽ വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ബോവർ ചോദിക്കുകയാണ് എന്റെ ഭാര്യ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നാഡിയ ചോദിക്കുകയാണ് അവൾ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? ഇതൊന്നും യാതൊരു ഓർമ്മയും നമ്മുടെ ബോവറിനില്ല. അവൻ ആകെയുള്ള ഓർമ്മ അവന്റെ ആ ഒരു ഷെൽഫിൽ നിന്ന് കിട്ടിയ ആ ഒരു ചിത്രം മാത്രമാണ്. മാത്രമല്ല നാഡിയ സംസാരിക്കുന്നത് വളരെ പതുക്കെയാണ്, ശബ്ദം ഉണ്ടാക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്താണ് ഈ ഹണ്ടേഴ്സ് അല്ലെങ്കിൽ ഏലിയൻസ് ഒരുമിച്ച് കൂട്ടമായിട്ട് താമസിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ജപ്പാൻകാരൻ ഇയാൾ നോക്കുമ്പോഴും ചുറ്റിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നാഡിയ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോവറിനെ കാണാതാവുകയാണ്. ഇവനിത് എവിടെ പോയി എന്ന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നാഡിയും പെട്ടെന്ന് താഴേക്ക് വീണു പോവാണ്. അതായത് ഈ രണ്ടുപേരും ചെന്ന് വീണത് എന്തോ ഒരു വെള്ളക്കെട്ടിലാണ്. മാത്രമല്ല അതിൽ ഒരുപാട് എല്ലുകള്, ഇറച്ചികള്, ഇങ്ങനെ കുറെ എന്താ പറയാ മനുഷ്യ വേസ്റ്റ് അതങ്ങനെ ഉണ്ടായിരുന്നു. വല്ലാത്ത അറപ്പ് നമ്മുടെ ബോവറിന് തോന്നുന്നുണ്ട്. ഇപ്പോ ഒരു വല്ലാത്ത ചേംബർ തന്നെ. അതായത് ഈ ജീവികളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തള്ളുന്ന സ്ഥലമായിരിക്കും. എന്നാൽ ഇതേ സമയത്തിന് മുകളിൽ അതിലൊരുത്തം വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭയമുള്ളതുകൊണ്ട് ബോവറും ഇപ്പൊ നമ്മുടെ നാഡിയും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം അങ്ങ് പോയി എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ബോവറും നാഡിയും കൂടെ പുറത്തേക്ക് വന്നപ്പോൾ അത് പോയിട്ടില്ലായിരുന്നു, അത് ഒളിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരെയും എടുത്തിട്ടെറിയുന്നുണ്ട്. എത്ര നല്ല രീതിയിലും ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല. സാധനം അത്രയ്ക്കും പവർഫുൾ ആണ്. രണ്ടുപേരെയും അടിച്ചിട്ടപ്പോ പെട്ടെന്ന് എവിടെ നിന്ന് ആ ഒരു ജാപ്പനീസുകാരനുണ്ടല്ലോ ഇയാളും പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇവര് 3 പേരും കൂട്ടിയിട്ടും കൂടുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ 3 പേരും കൂടെ ഇതിനെ അറഞ്ചം പുറഞ്ചും വെട്ടുകയാണ്. എന്നിവിടെ ഇപ്പൊ നല്ല ശബ്ദവും കാര്യങ്ങളും ഉണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ഏലിയൻസ് അതിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പറഞ്ഞതുപോലെ തന്നെ ഒരെണ്ണിപ്പോ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ വെളിച്ചത്തിനായിട്ട് ഒരു പ്രത്യേക തരം നീല വെളിച്ചുള്ള എന്തോ ഒരു സംഭവമാണ്. അതാണ് ഈറ്റുകൾ വരുമ്പോൾ ആ ഒരു നീല വെളിച്ചായിട്ട് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഓടാൻ വേണ്ടി നാഡിയ പറയാണ്. ബോവറും ജാപ്പനീസുകാരനും ഇവരുടെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാ ഇപ്പൊ വന്ന ഈ ഒരു ഏലിയൻസ് ഉണ്ടല്ലോ നേരെ വന്നിട്ട് ഇപ്പൊ ചത്തു കിടക്കുന്ന ആ ഏലിയനെ തിന്നുകയാണ്. ബാക്കിയുള്ള ഐറ്റങ്ങളാണ് ഇപ്പോ ഇവരുടെ പിന്നാലെ വരുന്നത്. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് ഒരു പോഡ് പെട്ടെന്ന് അങ്ങ് ഓപ്പൺ ആവുകയാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു നരഭോജികൾ മുഴുവനായിട്ടും അവരുടെ ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കുകയാണ്. അതായത് ആ ഒരു മനുഷ്യനെ തിന്നാൻ നോക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് മനസ്സോടെ ബോവറും അതുപോലെ തന്നെ നാഡിയും ജാപ്പനീസുകാരനും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ ഫൈറ്റൻ ഇവന്റെ അടുത്ത് ഗ്യാലെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ വന്ന ഒരുത്തനില്ലേ, അവന്റെ ആ ഒരു മട്ടും ഭാവൊന്നും അത്ര പന്തിയല്ല. അതുകൊണ്ട് ചെറിയൊരു ആയുധം കയ്യിൽ വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്താണ് നിന്റെ ദേഹത്ത് കാണുന്ന ഈ രക്തം നിന്റേതാണോ അല്ലെങ്കിൽ മറ്റാരുടെയും ആണോ? ഇപ്പൊ അങ്ങും തൊടാതെ എന്തൊക്കെയോ ഈ ഒരു ഗ്യാലോ പറയാണ്. അതായത് എല്ലാത്തിനും കാരണം അതാണ് പാൻഡോറം അതെന്താണ് എന്ന് വ്യക്തമായിട്ട് ഈ ഒരു ഗ്യാലോ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇവിടെ സീൻ കട്ടെ മറ്റൊരു ഭാഗത്ത് നാഡിയ ഈ ബോവറിനെയും അതുപോലെ തന്നെ ജാപ്പനീസുകാരനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ഒരു റിയാക്ടറിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ശബ്ദം കേട്ട്, അതായത് മിക്കവാറും അവറ്റകൾ തന്നെ ആ ഏലിയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കണ്ട ഒരു ചേമ്പറിന്റെ ഉള്ളിലേക്ക് വേഗം കയറി അതിന്റെ കഥ കിടക്കുകയാണ്. ഇവിടെ സേഫ് ആയിരിക്കുമല്ലോ അല്ലേ, വേറെ വഴികളൊന്നും അവറ്റകൾക്ക് കയറി വരാനായിട്ട് ഉണ്ടാവില്ല എന്ന് കരുതി ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല പ്രായമുള്ള ഒരാൾ കാണുകയാണ്. അപ്പൊ ഇയാൾ സമാധാനമായിട്ട് പറയണ ഒന്നും ചെയ്യില്ല, എന്റെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല, ദാ നോക്ക്, നിങ്ങൾ വെപ്പൺസ് താഴെ വെക്ക്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നല്ല വിശപ്പുണ്ട് അല്ലേ, ഭക്ഷണം ഞാൻ തരാന്ന് പറയണം. അപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഈ നിൽക്കുന്ന ആള് ഒരു നരഭോജിയല്ല, ഒരു ഏലിയൻ അല്ല. അതുകൊണ്ട് തന്നെ ഇവര് വെപ്പണും കാര്യങ്ങളൊക്കെ താഴെ വെക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യുന്നത്? അപ്പോ ഈ ഒരു ചുമരുണ്ടല്ലോ ഇതിന്റെ പല ഭാഗത്തായിട്ടും വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ഈ പായലുകൾ ഉണ്ടാവും. ഇതൊക്കെ തിന്നിട്ടാണ് ഇയാൾ സർവൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കഴിക്കാനായിട്ട് ചില സാധനങ്ങളൊക്കെ ഇയാൾ പാകം ചെയ്ത് താഴേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ ബോവറിന് എന്തോ ഒരു പേടി പോലെ ഇത് കഴിക്കുന്നതിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പൊ നാഡിയ ചോദിക്കുകയാണ് കഴിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവുമെന്നോ? നീ എന്താ ഈ പറയുന്നത്, കിട്ടിയത് കഴിക്കാന്നല്ലാണ്ട്. ഇതേ സമയത്തിന് ഈ ഏലിയൻസ് ആ ഒരു മൃഗങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ബോവർ നാഡിയോട് ചോദിക്കുമ്പോൾ നാഡിയ പറയാണ് ഇത് പുറത്തുനിന്ന് വന്നൊന്നുമല്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ് നമ്മൾ കാണുന്ന ആ ഒരു മൃഗങ്ങൾ, അല്ലാതെ പുറത്തുനിന്ന് വന്നൊന്നുമല്ല. നീ എന്താ പറയുന്നതെന്ന് ബോവർ ചോദിച്ചപ്പോ നാഡിയ പറയാണ് ചിലപ്പോ നമ്മളൊന്നും വിചാരിക്കാത്ത അത്രയും കാലമായിട്ടുണ്ടാവും നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എഴുന്നേറ്റ ഇവറ്റകൾക്ക് എന്തെങ്കിലും പരിണാമം എവല്യൂഷൻ സംഭവിച്ചതാണെങ്കിലോ ഇത് കേട്ടോണ്ടിരുന്ന ആ ഒരു സ്ട്രേഞ്ച്
ആയിട്ടുള്ള മനുഷ്യൻ പറയാണ്, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒന്നും അറിയില്ല അല്ലേ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ സീൻ കട്ടാവാണ്. അടുത്ത സീനിൽ ഇപ്പൊ ഫൈറ്റിനെ കാണിയാണ്. ഫൈറ്റിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് തൊട്ടടുത്തുള്ള ഈ ഒരു ഗാലോ. അവൻ ആദ്യം കണ്ടതുപോലെയല്ല, ഇപ്പൊ എന്തൊക്കെയോ ഒരു ഭാവവ്യത്യാസം ഉണ്ട്. സോ എങ്ങനെയെങ്കിലും അവനെ മയക്കി കെടുത്തണം. ആ രീതിയിൽ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഫൈറ്റൻ പോലും വിചാരിക്കാതെ ഇവന്റെ അടുത്തേക്ക് ഗാലോ വന്ന് നിൽക്കുകയാണ്. ഇതെന്തിനാ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഭാഗത്ത് പോയിരുന്ന ഈ ഫൈറ്റിനോട് ഗാലോ ചോദിക്കുകയാണ്, നിനക്ക് പാൻഡോറം അതെന്താണെന്ന് അറിയോ? ഈ ഡീപ് സ്പേസിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യരുടെ മസ്തിഷ്കത്തിനുള്ളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അത് ഈ ഒരു യാത്രയുടെ ഒരു വലിയ സൈഡ് എഫക്റ്റ് ആണ്. ഭയങ്കര അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തോന്നും, മനുഷ്യരെ തന്നെ തിന്നാൻ തോന്നും, അതുപോലെ തന്നെ കൈക്ക് വിറ, അതുപോലെ പല പല കാര്യങ്ങൾ. ഇവൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതേ പ്രശ്നം തന്നെ ഇവന്റെ കൈകൾക്കുള്ളതായിട്ട് ഫൈറ്റൻ ശ്രദ്ധിക്കുകയാണ്. അതായത് പാൻഡോറും ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അത് അവന്റെ തലച്ചോറിലുണ്ട്. സോ അധിക നേരം ഇവനിങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. ഇവിടെ സീൻ കട്ടാവാണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ആള് നമ്മുടെ ബോവറിനോടും അതുപോലെ തന്നെ നാഡിയോടും അയാൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച്. വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരുടെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള എലൈസിയം ഭൂമിയെ വിട്ട് ഡീപ് സ്പേസിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണല്ലേ മനുഷ്യന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു വല്ലാത്ത നിർമ്മിതി തന്നെ. ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആള് പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെ ഫൈറ്റിനോട് ഗാലോയും പറയുന്നുണ്ട് കേട്ടോ. ഒരേ സമയത്താണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യം രണ്ട് ഭാഗത്തിരുന്ന് രണ്ട് ടീം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരു നിശ്ചിത വർഷം, ഒരു 8 വർഷം കഴിഞ്ഞ സമയത്ത് ഈ എലൈസിയത്തിലേക്ക് അവസാനമായിട്ട് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഭൂമിയിലെ അവസാനത്തെ മെസ്സേജ് ആണ്. അതായത് ഇന്നത്തോട് കൂടിയിട്ട് ഈ ഭൂമി നശിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു മെസ്സേജ് അന്ന് കിട്ടിയത് ഇത്ര വർഷം കൂടുമ്പോൾ ഇതിലുള്ള ഒരു 2-3 ആൾക്കാരെ ഈ ഒരു മെഷീനായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണർത്തും. കാരണം ഇതിന്റെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഉണർന്ന ഒരു 3 പേര് ഈ ഒരു മെസ്സേജ് കേൾക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഭൂമി നശിച്ചു പോയെന്ന്. മാനസികമായിട്ട് അത് അവരെ വല്ലാതെ എഫക്ട് ചെയ്തു. മാത്രല്ല പാൻഡോറും അത് അവരുടെ തലച്ചോറിനെ വല്ലാതെ ബാധിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ തുടങ്ങുകയാണ് ഒരു മൃഗത്തെ പോലെ. അങ്ങനെ 2 പേര് മരിച്ചു, ഒരുത്തൻ ബാക്കിയായി. എന്നാൽ മാനസികമായിട്ട് തകർന്നു പോയ ആ ഒരുത്തനുണ്ടല്ലോ പിന്നീട് ഓരോ ചേംബറിലും ചെന്ന് ഓരോരുത്തരെയായിട്ട് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. പല പല ഭ്രാന്തമായിട്ടുള്ള പരീക്ഷണങ്ങളും അവൻ ചെയ്യാൻ തുടങ്ങി. അവൻ അന്ന് ചെയ്തു വെച്ചതിന്റെ ആ ഒരു ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മൃഗങ്ങളും. അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബോവർ, നാഡിയ, ഈ ജാപ്പനീസുകാര് ഇവരുടെയൊക്കെ ബോധം പതിയെ പതിയെ പോകുന്ന പോലെ ഇവർക്ക് തോന്നുകയാണ്, തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈറ്റിനോടും ഈ ഒരു കാര്യങ്ങൾ ഗാലോ പറയുന്നുണ്ട്. ഈ ഗാലോ പറഞ്ഞു കൊടുത്ത ആ ഒരു സിംറ്റംസ് ഉണ്ടല്ലോ, ഈ ഒരു പാൻഡോറും അത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കാലും കൈയൊക്കെ വിറക്കാൻ തുടങ്ങുന്ന അതേ പ്രശ്നം തന്നെ ഇപ്പൊ ഫൈറ്റിനും തുടങ്ങുകയാണ്. അവന്റെ കാലും കൈയൊക്കെ വിറക്കുന്നുണ്ട്. വൈകാതെ ഇവനും അതുപോലെയുള്ള ഒരു ആനിമലായി മാറുമോ അറിയില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ബോധം പോയ ബോവറും നാഡിയും അതുപോലെ തന്നെ ഈ ജാപ്പനീസുകാരനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവരെ തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ആര്? ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആള്. എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെ, ഇയാൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊരു വഴിയില്ല. എന്നാൽ പരമാവധി ഈ വയസ്സായിട്ടുള്ള ആളോട് പറയാണ്, ഇതുപോലെ ഞങ്ങൾക്ക് ആ ഒരു റിയാക്ടർ നന്നാക്കാൻ കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് ടാനിസ് ആ ഒരു ഗ്രഹത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ കൺവിൻസ് ചെയ്തപ്പോൾ ഇയാൾ ഇവരെ വെറുതെ വിടുകയാണ്. മാത്രമല്ല ആ ഒരു റിയാക്ടറിന്റെ അടുത്തേക്ക് പോകാൻ ഇയാളും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോ പെട്ടെന്ന് ഇനി ബോവർ ഫൈറ്റിന് വിളിക്കുകയാണ്. ഫൈറ്റിനോട് പറയാണ്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഇപ്പോഴും വ്യക്തമല്ല ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ ഫൈറ്റിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴിയിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഇതുപോലെയുള്ള ഒരു പരിണാമം സംഭവിച്ച മനുഷ്യർ, നമ്മൾ ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരുന്നത് നരഭോജികൾ, ഏലിയൻസ് എന്നൊക്കെയാണ്, അതുപോലെ തന്നെ ഇനിയും വിളിക്കാം. അപ്പൊ അതിൽപ്പെട്ട ഒരു കുട്ടി രൂപത്തെ ഇവർ കാണുകയാണ്. ജാപ്പനീസുകാരൻ അതിനെ വെട്ടാൻ നോക്കുന്ന സമയത്ത് നാഡിയെ തടുക്കാണ്. അതൊരു കുട്ടിയാണ്, അതിനൊന്നും ചെയ്യേണ്ടത്. ഇപ്പൊ ആ ഒരു വയസ്സായിട്ടുള്ള ആള് പറയണേ, അതിനൊരു കുട്ടിയായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇവരതിനെ പിടിക്കാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും ഈ ഒരു കുട്ടി ചാത്തനോടൊന്ന് പാഞ്ഞു പോവാണ്, ഒച്ചയും വിളി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നരഭോജികളെ ഇങ്ങോട്ടേക്ക് പാഞ്ഞെടുത്ത് വരുന്നുണ്ട്. പണി പാളിന്ന് മനസ്സിലായ ഇവര് പരമാവധി ഏതെങ്കിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ വിളിക്കാൻ നോക്കുകയാണ്. ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫൈറ്റൻ അവന് ചില ഡാറ്റാസ് കിട്ടുകയാണ്. ആ ഡാറ്റാസിലൂടെ ഇപ്പൊ ബോവറിനെ ഈ ഫൈറ്റൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അത് എത്ര വർഷം മുന്നെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇതിലുണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റിന് ചില അബ്നോർമാലിറ്റീസ്, ചില സിംറ്റംസ് ഒക്കെ വന്നു. ഇതിനുശേഷം സ്വന്തം ക്രൂ മെമ്പേഴ്സിനെ തന്നെ ഇയാൾ കൊല്ലാൻ വേണ്ടി തുടങ്ങി. ഭ്രാന്തമായ പല കാര്യങ്ങളും ഇയാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഏതാണ് ആ ഒരു ഡോക്ടർ എന്ന് എനിക്കറിയില്ല. അയാളുടെ ആ ഒരു ഭ്രാന്ത് കാരണം 5000-ഓളം പോഡുകൾ ഇയാൾ സ്പേസിലേക്ക്, ഡീപ് സ്പേസിലേക്ക് തള്ളിക്കളഞ്ഞു. 5000-ഓളം ആൾക്കാരെ അയാൾ കൊലക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ഭ്രാന്തനായ ഡോക്ടർ ഇതിന്റെ ഉള്ളിലുണ്ട്. അതിനെക്കുറിച്ച് ഈ ബോവറിനോട് ഫൈറ്റൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാട്ടോ. എന്തായാലും ഇവരിപ്പോ അവർ ചേമ്പറിന്റെ ഉള്ളിൽ പെട്ടെടുക്കുകയാണല്ലോ. ഇതേ സമയത്ത് തന്നെ സമയം മുന്നോട്ടേക്ക് പോകുമ്പോൾ ബോവറിന് അവന്റെ ആ ഒരു പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു മനസ്സ് തകർക്കുന്ന ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കാണ്. ഈ ഒരു ഷിപ്പിൽ അവന്റെ കൂടെ അവന്റെ ഭാര്യയില്ല. അന്ന് ഈ യാത്രക്ക് ഇറങ്ങുന്ന സമയത്ത് അവന്റെ കൂടെ വരാനായിട്ട് അവന്റെ ഭാര്യ തയ്യാറായിട്ടില്ലായിരുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭൂമിയിൽ നിന്നും അവൻ മാത്രമാണ് ഒറ്റയ്ക്ക് വന്നത്. ഈ ഒരു സത്യം അവന്റെ ഉള്ളിലേക്ക് വന്നതോട് കൂടിയിട്ട് ഇനി മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് തീരെ താല്പര്യമില്ലാതാവാണ് ആർക്ക്? ഈ ഒരു ബോവറിനെ. എന്നാൽ നാഡിയ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്, അങ്ങനെ ചിന്തിച്ചാൽ പോരാ, നമുക്കിത് അച്ചീവ് ചെയ്യണം, നമുക്ക് അവിടെ എത്തണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു പോഡ് കാണാണ് കേട്ടോ. ആ പോഡിന്റെ മുകളിൽ ഫൈറ്റൻ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ബോവറിന് ഓർമ്മ വരുന്നുണ്ട്. ഏകദേശം പൂർണ്ണമായിട്ടും അവന്റെ ആ ഒരു മറവിയും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പഴയ കാര്യങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ടും അവനിപ്പോ ഓർമ്മ വന്നിരിക്കുകയാണ്. ചില സത്യങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈറ്റിന്റെ അടുത്ത് ഗ്യാലോ എന്ന് പറഞ്ഞൊരുത്തനില്ലേ, ഇവനാണ് പല രീതിയിലും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഫൈറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും ഈ ഫൈറ്റിന് വീണു പോകുന്നില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ ബോവർഡിയും ടീമിനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അവസാനം അവർ ആ ഒരു റിയാക്ടർ കോർ അതിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും ആ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഗ്യാലോ ആണെങ്കിൽ ഫൈറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് അധികം നാൾ ഇതിന്റെ ഉള്ളിൽ തുടരാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഇപ്പൊ ഫൈറ്റും പറയാണ് എനിക്ക് ബാക്കിയുള്ളവരെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അപ്പൊ വീണ്ടും ഈ ഒരു ഗ്യാലോ പറയാണ് ഈ ഒരു ഷിപ്പിനെ രക്ഷിക്കാൻ കഴിയില്ല, അധികം വൈകാതെ തന്നെ ഇതാകെ തകർന്നു പോകും, ആ ഒരു റിയാക്ടർ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനാവില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫൈറ്റിന് നന്നായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഇപ്പൊ ഗ്യാലോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോവറും ബാക്കിയുള്ള ആൾക്കാരും ഇപ്പൊ ആ ഒരു റിയാക്ടർ കോർ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ചെറിയൊരു പാലം പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഇത് ക്രോസ് ചെയ്ത് വേണം പോകാൻ. എന്നാൽ നല്ല കാലപ്പഴക്കുള്ളതുകൊണ്ട് അവിടെ ഇവിടെ തുരുപ്പിച്ച് കിടക്കുകയാണ്. ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാൻ പാടില്ല, എന്നാൽ ചെറിയ ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മറ്റേ ചാള ഇട്ടിട്ടതുപോലെ ഈ ജീവികൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ചെറിയൊരു ശബ്ദം ഉണ്ടായവരെ ഇവറ്റകൾ മുകളിലേക്ക് പാഞ്ഞു വരും. എന്തായാലും പിന്നീട് അതീവ സൂക്ഷ്മതയോടുകൂടി ഭയങ്കര സാഹസികമായിട്ടാണ് ഇവരത് ക്രോസ് ചെയ്ത് പോകുന്നത്. അതുപോലത്തെ അപ്പുറത്ത് ഈ ഗ്യാലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ഒരുമാതിരി സൈക്കോയെ പോലെ ആയിട്ടുണ്ട്. ഈ ഒരു ഷിപ്പിൽ ഇനി നിൽക്കാൻ കഴിയില്ല, എനിക്ക് ഇന്ന് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലമ്പിട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കോയെ പോലെ ബിഹേവ് ചെയ്യാണ് ഈ ഒരു ഗ്യാലോ. അപ്പോ മിക്കവാറും നമ്മൾ ആ ഒരു കേട്ട ആ ഒരു സൈക്കോ ആയിട്ടുള്ള ഡോക്ടർ ഇവൻ തന്നെയായിരിക്കും. എന്തായാലും ഒരു ഘട്ടത്തിൽ ഈ ഫൈറ്റിന്റെ പിന്നിൽ ഗണ്ണ് വെച്ച് ഗ്യാലോ അവനൊരു പൂടിന്റെ ഉള്ളിലാക്കിയിട്ട് അവൻ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ പറയാണ്. അത്രത്തോളം ഒരു പ്രാന്തമായ ചിന്തയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം മൂക്ക് കൂടെ എല്ലാം ചോര ഒലിപ്പിച്ച് മാനസികമായിട്ട് നല്ല രീതിയിൽ അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഫൈറ്റിന് എന്താ പറയാ സമ്മതം ഇല്ലായിട്ട് കൂടി അല്ലെങ്കിൽ താല്പര്യം ഇല്ലായിട്ട് കൂടി ഗ്യാലോ പറഞ്ഞതുപോലെ ആ ഒരു ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് അവനെ കെടുത്തുകയാണ്. ഇനിയിപ്പോ ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് അങ്ങോട്ട് തെറിച്ചും, അതായത് സ്പേസിന്റെ ഉള്ളിലേക്ക്. എന്നാൽ ഈ ഒരു ഗ്യാലോ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ലോക്ക് ചെയ്യാണ് കേട്ടോ. അതായത് ഇപ്പൊ ഫൈറ്റും പറയുന്നത് ഗ്യാലോ ഇതൊന്നും നിന്റെ തെറ്റല്ല, നീ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നിനക്ക് ഇതൊക്കെ ബാധിച്ചു പോയതാണ്. ഇന്ന് ഈ ഗ്യാലോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു പ്രാന്തനെ പോലെ ഒരു സൈക്കോയെ പോലെ ആ ഒരു ചില്ലുകൂട്ടിൽ കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ടീംസിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ കോർ ഇത് ഓൺ ആക്കണമെങ്കിൽ ഇവർക്ക് ഒരു ബ്രിഡ്ജ് താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് എത്തണം എന്ന് പറഞ്ഞില്ലേ. ആ പോകുന്ന വഴിക്ക് പാവം നമ്മുടെ ബോവർ താഴേക്ക് വീഴുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു തുണിയെല്ലാം തലയിൽ ചുറ്റിയിട്ട് അവൻ പതിയെ ഇതിന്റെ ഇടയിലൂടെ പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ഈ ജപ്പാൻകാരുണ്ടല്ലോ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ടോർച്ച് താഴേക്ക് വീഴുന്നത്. ഇതുകൂടെ ആയപ്പോ എക്കക്കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബോവർ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഓൺ ആക്കേണ്ട ആ ഒരു മെഷീൻസും കാര്യങ്ങളുണ്ട് അതിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കൂടെ തന്നെ ഇപ്പൊ നാഡിയുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ ജപ്പാൻകാരൻ നല്ല ഒച്ചയും വിളി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കാനായിട്ട് വിചാരിച്ചതുപോലെ തന്നെ എല്ലാം കൂടി ഇപ്പൊ ഈ ജപ്പാൻകാരന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബോവറും നാഡിയും കൂടിയിട്ട് ആ ഒരു റിയാക്ടർ ഓൺ ആക്കുകയാണ്. അപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും നന്നായിട്ട് എനർജിയും തീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ട് ഒരുപാട് ഇതുപോലെയുള്ള ആ ഒരു നരഭോജികൾ കത്തിയെരിഞ്ഞില്ലാതാവുകയാണ്. മാത്രമല്ല ഇപ്പൊ ഫൈറ്റ് നോക്കുമ്പോൾ അവന്റെ ആ ഒരു ക്യാബിൻ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പവർ സപ്ലൈ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇത് കണ്ട ആ ഒരു ചേമ്പറിലുള്ള ഗ്യാൽ ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, ആ പവർ സപ്ലൈ വന്നില്ലേ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, എനിക്ക് ഇതിനെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ ഈ ഫൈറ്റിനോട് പറയുമ്പോൾ മൈൻഡ് ചെയ്യോ? ഇല്ല, അബദ്ധം ഒരു വട്ടല്ലേ പറ്റുള്ളൂ. ഇതേ സമയത്ത് തന്നെ ആ ഒരു ജീവികൾ പൂർണ്ണമായിട്ടും ഇപ്പൊ ചത്തിട്ടില്ല. ബാക്കിയുള്ളത് ഇപ്പോ ഈ ബോവറിന്റെ നാഡിയുടെ പിന്നാലെ വരുന്നുണ്ട്. ഇവർ മറ്റൊരു വഴി കൂടി അതുപോലെ തന്നെ നമ്മുടെ ജപ്പാൻകാരുണ്ടല്ലോ ഒരു സ്ഥലത്ത് അങ്ങനെ വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് കരുതിയിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ ദാണ്ടെ ഒരുത്തൻ മുന്നിലുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല മനുഷ്യരുടെ ഇടയിൽ പോരാളി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരുത്തൻ. എന്തായാലും ആയുധമില്ലാതെ നിൽക്കുന്ന ഈ ജപ്പാൻകാരനെ ആ ജീവി കൊല്ലാൻ നോക്കുന്നില്ല, പകരം ഇവന്റെ ആയുധം അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പോരാടി തീരുമാനിക്കാം ആരാണ് മികച്ചതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റിന് നോക്കുകയാണെങ്കിൽ അവന്റെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് എന്തോ പോലെ, അതായത് നേരത്തെ ഇവന്റെ കൈയും വരച്ചിരുന്നല്ലോ പാൻഡോറും, അത് ഇവനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവുമോ? ഇവന്റെ തലച്ചോറിലും ആരും എന്തൊക്കെയോ പറയുന്നത് പോലെ ഫൈറ്റിനും ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ് ഇപ്പോ. ഇതേ സമയം ആ ഒരു ജപ്പാൻകാരനും മറ്റേ ആ ഒരു ജീവിയും തമ്മിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ സാധനത്തിന്റെ ആയുധം കാര്യങ്ങളൊക്കെ ജപ്പാൻകാരൻ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാന്നാണ്ട് ഈ ജീവി ജപ്പാൻകാരന്റെ വയറ്റിൽ തന്നെ കടിച്ചു മുറിക്കുകയാണ്. ഇപ്പൊ അവന്റെ ദേഹത്ത് തന്നെ ഒരു പ്രത്യേകതരം കത്തിയെടുത്ത് ഇതിന്റെ തലയിൽ കുത്തി 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 അവസാനം ഇതിനെ കൊന്നുകളയാണ്. എന്നാൽ വയറ്റത്താണെങ്കിൽ നല്ല മുറിവായിട്ടുണ്ട്. ആ ഒരു മുറിവായിട്ട് എങ്ങനെയൊക്കെയോ ജപ്പാൻകാരൻ പോകുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ആ ഒരു ഈ നരഭോജി കുട്ടി ഉണ്ടല്ലോ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം കൊല്ലാൻ നോക്കിയെങ്കിലും ഒരു കുട്ടിയല്ലേ എന്ന് മനസ്സ് തോന്നിയിട്ട് കത്തി താഴ്ക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഈ കുട്ടി ചാത അതിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് ഈ ജപ്പാൻകാരന്റെ കഴുത്തറുത്തുകളെയാണ്. സ്പോട്ടിൽ രക്തം പോയി മരിക്കുകയാണ് ഇപ്പോ. ഇതുപോലെ തന്നെ ഈ ഫൈറ്റ് ഉണ്ടല്ലോ ഒരു ചേമ്പറിന്റെ ഉള്ളിൽ ഗ്യാലോയെ പൂട്ടിയിട്ടില്ലേ, പക്ഷെ അവൻ എങ്ങനെയാ പുറത്ത് വന്നേന്ന് അറിയുന്നില്ല. ഇവനിപ്പോ വന്നിട്ട് ഫൈറ്റിനെ ആക്രമിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ഫൈറ്റും പറയുന്നുണ്ട്, എടാ പ്രാത നിനക്ക് എന്താ വേണ്ടത്? ഇതിനിടയിൽ ഈ ഒരു ഗ്യാലോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സൂചി ഈ ഫൈറ്റിന്റെ കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ കുത്താൻ നോക്കുന്നുണ്ട്. എന്തായാലും ഈ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈറ്റിന്റെ കയ്യിലുള്ള ആ നമ്പറും അതുപോലെ തന്നെ ഗാലോയുടെ കയ്യിലുണ്ടായിരുന്ന നമ്പറും ഇത് രണ്ടും ഒരുപോലെയാണ്. മാത്രമല്ല അവരുടെ രണ്ടുപേരുടെ കൈയും ഇപ്പൊ ഒരുമിച്ച് ചേരാൻ തുടങ്ങി. അതായത് ഇപ്പൊ പൂർണ്ണമായിട്ടും ഗാലോ ഇല്ലാതാവുകയാണ്. ഇപ്പൊ ഫൈറ്റിന് മാത്രമേ ഉള്ളൂ. അതായത് ഫൈറ്റിന്റെ ഉള്ളിലേക്ക് ഗാലോ കയറി കഴിഞ്ഞു. ഇതേ സമയത്താണ് രക്ഷപ്പെട്ടു വന്ന ആ ഒരു അപ്പാപ്പനുണ്ടല്ലോ മൂപ്പർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ ഈ ഫൈറ്റിന്റെ ഉള്ളില് ഗാലോ ആണല്ലോ, സൈക്കോപാതാണല്ലോ, അവനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഇയാളുടെ കണ്ണിലേക്കാണ് ഈ സൂചി വെച്ച് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തോ
ചെയ്യാനായിട്ട് ഈ ഫൈറ്റൻ മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്താണ് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ബോവറും നാഡി എത്തുന്നത്. പിന്നാലെ തന്നെ ആ ഒരു നരഭോജിക്കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ബോവറിന് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കയ്യിൽ ആയുധങ്ങൾ റെഡിയാക്കി തന്നെ ഒരു കാര്യം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഒരു ഭാഗത്ത് ഈ ഫൈറ്റൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്, പ്രത്യേക ഭാവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. എന്നാൽ ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് എത്തി ഈ ബോവർ പറയാണ്, നീ ഫൈറ്റൻ അല്ല, സത്യം പറ നീ ആരാണ്? ഇതേ സമയത്ത് ഇവൻ പറയാണ്, അതായത് ഈ ഫൈറ്റൻ പറയാണ്, ഞാൻ ഗാലോ. അതായത് ഇത്രയും നേരം കണ്ടത് അത് വെറും ഒരു തോന്നലായിരുന്നു. ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഗാലോ തന്നെയാണ്. ഗാലോ അവന്റെ ആ ഒരു ചെറുപ്പകാലത്തെ അവൻ വെറുതെ ഹാലൂസിനേറ്റ് ചെയ്ത് വെറുതെ ഇമാജിൻ ചെയ്തെടുത്തതാണ്. അല്ലാതെ അങ്ങനെ ഒരു സംഭവം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ ഒരു കാര്യം ഗാലോ എന്ന് തന്നെയാണ് ഈ സൈക്കോ ഡോക്ടറുടെ പേര്. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മുടെ ബോവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഗാലോ ഈ ഒരു LIC ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ജാലകങ്ങൾ ഇത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇതിന്റെ ആ ഒരു മെറ്റൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പതിയെ ഓപ്പൺ ആക്കാണ്. നീ എന്താ ചെയ്യുന്നതൊക്കെ ഈ ബോവർ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പൂർണ്ണമായിട്ടും ഓപ്പൺ ആയ ആ ഒരു വിൻഡോയിലൂടെ ഇവർ നോക്കുമ്പോൾ ഡീപ് സ്പേസ് പൂർണ്ണമായി ഇരുട്ട്, ഒരൊറ്റ സ്റ്റാർസിനെ കാണുന്നില്ല. ഇതെന്തൊന്നും കാണാൻ കഴിയാത്തെന്ന് ബോവർ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ഭ്രാന്തനായിട്ടുള്ള ഗാലോ ഉണ്ടല്ലോ, ഇവൻ പറയാണ്, നമ്മളുടെ നാവിഗേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകരാറിലായി പോയി. അതായത് ടാനിസ് ആ ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നതിന് പകരം ഡീപ്പായിട്ടുള്ള സ്റ്റാർസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി സർവൈവ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? മൃഗീയമായിട്ടുള്ള ജീവികളായ നമുക്ക് മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനും നീയും എല്ലാം പാൻഡോർ ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ അതുപോലെ ആ ഒരു മൃഗത്തിനെ പോലെ തന്നെ ആവും എന്നിങ്ങനെ നമ്മുടെ ഈ ബോവറിനോട് ഫൈറ്റും പറയുമ്പോൾ ബോവറിനും അതുപോലെ തന്നെ തോന്നി തുടങ്ങുകയാണ്. എന്തൊക്കെയോ ഒരു മൃഗീയമായിട്ടുള്ള ചിന്തകൾ അവന്റെ ഉള്ളിലേക്ക്, അതായത് പാൻഡോറും അവനെയും ബാധിച്ചു തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നാഡിയും ആ ഒരു ഡീപ് സ്പേസിലേക്ക് നോക്കുമ്പോൾ ഒരു തരി വെട്ടം പോലും അവൾക്ക് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയ ഇവളുണ്ടല്ലോ, അതായത് നാഡിയ, ഇപ്പോ ഈ ബോവറിനോട് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി പറയാണ്. അതായത് ഡീപ് സ്പേസിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിയോ? നോക്കുമ്പോ എന്താണ് തിളക്കമുള്ള ഒരു പ്രത്യേകതരം മത്സ്യം. അതുപോലെ തന്നെ അങ്ങനെയുള്ള വേറെയും കുറെ മത്സ്യങ്ങളെ ഇവര് കാണുകയാണ്. ഇപ്പൊ അവിടെയുള്ള ആ ഒരു സ്ക്രീനിലേക്ക് ഇവര് നോക്കുമ്പോൾ കാണുന്നത് ഇവര് ഭൂമിയിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇപ്പൊ എത്ര വർഷം എന്നറിയോ? 923 വർഷങ്ങൾ. മാത്രല്ല എവിടേക്കാണോ ഇവർക്ക് വരേണ്ടത്, ടാനിസ് ആ ഒരു ഗ്രഹത്തിലേക്ക് ഇവരിപ്പോ എത്തിയിട്ട് 800 വർഷങ്ങളായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 800 വർഷം ഇവർക്ക് വരേണ്ട ആ ഒരു ഗ്രഹത്തിലെ കടലിനടിയിലാണ് ഇവർ വന്ന് പെട്ടുകിടക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പാൻഡോറും ആ ഒരു അവസ്ഥ നമ്മുടെ ബോവറിനെയും ബാധിച്ചിരിക്കുകയാണ്. അവനിപ്പോ ആ ഒരു മൃഗങ്ങൾ പല ഭാഗത്തുള്ളതുപോലെ തോന്നുന്നുണ്ട്, അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഗാലോ ഉണ്ടല്ലോ, ഈ ഭ്രാന്തൻ ഡോക്ടർ നാഡിയുടെ കഴുത്തറുത്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തതിൽ ആ ഒരു ഗണ്ണ് നല്ല പവർഫുൾ ആയിരുന്നു. ഇതിന്റെ ആ ഒരു മുന്നിലെ ഗ്ലാസ്സിൽ തട്ടുകയാണ്, ചെറിയ രീതിയിലുള്ള ലീക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ഗാലോ ഒന്ന് പതറുകയാണ്. അതേ സമയത്ത് തന്നെ നാഡിയ രക്ഷപ്പെട്ടു. ബോവറിന് അവന്റെ ആ ഒരു ഭ്രാന്തമായ ചിന്താഗതി, ആ ഒരു പാൻഡോറും എന്നുള്ള ആ ഒരു എഫക്റ്റിൽ നിന്നും അവന് പുറത്തു വരാൻ കഴിഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് തന്നെ നാഡിയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോഴേക്കും ചീറ്റി വന്ന വെള്ളത്തിൽപ്പെട്ട് നമ്മുടെ ഗാലോ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ഇതിനുശേഷം ബോവറും നാഡിയും വേഗം തന്നെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ലോക്ക് ചെയ്യാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ, കാരണം ഇവർ ആ ഒരു റിയാക്ടർ ഓൺ ആക്കി കഴിഞ്ഞല്ലോ. സോ അതിവേഗത്തിൽ തന്നെ കടലിനടിയിൽ പെട്ട് കിടക്കുന്ന ഈ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും ഇവരുടെ ആ ഒരു പോട് പുറത്തേക്ക് തെറിച്ചു വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് കടലിനടിയിൽ പെട്ട് കിടക്കുന്ന ഈ ഷിപ്പിന്റെ ആ ഒരു വലുപ്പം കാണിക്കുന്നത്. എത്രത്തോളം കിലോമീറ്റർ കണക്കിന് നീളമുള്ള വലിയൊരു ഷിപ്പായിരുന്നു അത്. എന്തായാലും ആഴക്കടലിന്റെ ആ ആഴങ്ങളിൽ നിന്നും ഇവരുടെ ആ ഒരു പോട് അതിവേഗത്തിൽ മുകളിലേക്ക് തെറിച്ചു വരികയാണ്. മാത്രമല്ല ആ ഒരു മോടിപ്പ് തെറിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മുകളിലെത്തിയ സമയത്ത് ആ ഒരു യഥാർത്ഥ വായു ഉണ്ടല്ലോ അത് ഇവർ ശ്വസിക്കുകയാണ്. മാത്രമല്ല ഇവരിപ്പോ നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിലെ കടലിൽ വീണ് കിടക്കുന്ന ഇവരുടെ ആ ഒരു വലിയ ഷിപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ മുകളിലേക്ക് അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ എനർജി ഓൾറെഡി ഈ ഷിപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിലുള്ള എല്ലാ ഈ പോടുകളും ഇത് എന്താ പറയാ ഓട്ടോമാറ്റിക്കലി ഇജക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് പോടുകൾ വെള്ളത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ തെറിച്ച് വരുന്ന കാഴ്ച ഇപ്പൊ ബോറും നാഡിയും കാണുകയാണ്. മാത്രമല്ല ഇവരിപ്പോ ചുറ്റും നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഭൂമിയേക്കാൾ സുന്ദരമായിട്ടുള്ള മറ്റൊരു ഗ്രഹം ടാനിസ്, അതിലേക്ക് ഇവർ എത്തി നിൽക്കുകയാണ്. സോ ബാക്കിയായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. പതിയെ സൂം ഔട്ട് ആവുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഒരു ഗ്രഹത്തെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇതാണ് ടാനിസ് വർഷം 1. ഇവിടെയുള്ള മനുഷ്യരുടെ പോപ്പുലേഷൻ 1213. 60,000 ആൾക്കാരിൽ സർവൈവ് ചെയ്ത് ഇവിടെ എത്തിയത് ഇത്രയും ആൾക്കാർ മാത്രമാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവും. ആ ഒരു സംശയം ഞാൻ ഇപ്പൊ തീർത്തു തരാം. അതായത് ഒരുപാട് വർഷത്തെ ഒരു 10-200 വർഷം കാൽക്കുലേറ്റ് ചെയ്ത് വലിയൊരു യാത്രയാണിത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ എഴുന്നേറ്റ് ഇത് ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ തീർക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നിശ്ചിത വർഷം കഴിയുന്ന സമയത്ത് ഒരു 3-4 പേരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പലരെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു വർക്ക് കഴിയുമ്പോൾ അവർ സ്ലീപ്പിലേക്ക് പോകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ എണീച്ച ആളാണ് ഭ്രാന്തനായിട്ടുള്ള ഈ ഡോക്ടർ ഗ്യാലോ. അവരുടെ ആ ഒരു ടീം സെക്ഷനിലേക്കാണ് അവസാനമായിട്ട് ഭൂമിയിൽ നിന്ന് അയച്ച ആ ഒരു മെസ്സേജ് കിട്ടിയത്. ഭൂമി നശിച്ചു, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. ഈ ഒരു കാര്യം ഗ്യാലോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് അവന് ചെറിയ പ്രായമായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. മാത്രമല്ല ഡീപ് സ്പേസിലേക്ക് പോയപ്പോ പാൻഡോറം എഫക്ട് അത് അവനുണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് അവന്റെ കൂടെ എഴുന്നേറ്റ എല്ലാവരെയും കൊന്നുകളയാണ്. ഭ്രാന്തമായിട്ടുള്ള അവന്റെ പല പരീക്ഷണങ്ങളും അവിടെ നടത്താൻ വേണ്ടി തുടങ്ങുകയാണ്.
പതിയെ പതിയെ ആ പരീക്ഷണങ്ങളിലൂടെ ഇതുപോലെയുള്ള നരഭോജികൾ ഉണ്ടാവുകയാണ്. എന്നാൽ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇപ്പോ ഗ്യാലോ എന്ത് തീരുമാനിച്ചു? അവന്റെ ആ ഒരു പോഡ് അതിനു പകരം ഫൈറ്റോ എന്ന് പേരുള്ള ഒരുത്തിന്റെ ആ ഒരു പോഡിലേക്ക് അവനെ കൊന്നുകൊണ്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ 150 വർഷങ്ങൾ കഴിഞ്ഞു. ബോവർ എഴുന്നേറ്റു. അതേ സമയത്ത് തന്നെ ഫൈറ്റോ അവന്റെ ആ ഒരു ചേംബറിൽ ഇരിക്കുന്ന ഗ്യാലോ എഴുന്നേൽക്കുകയാണ്. അപ്പൊ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഗ്യാലോ തന്നെ വിചാരിക്കുന്നത് അവന്റെ പേര് ഫൈറ്റോ എന്നാണ്. അതുകൊണ്ടാണ് അവൻ പണ്ട് ചെയ്തു വെച്ച പ്രാന്തമായ ഒരു കാര്യം അവന് ഓർമ്മയില്ലാതിരുന്നത്. ആ ഹാലൂസിനേഷൻ അവൻ കണ്ട ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഗ്യാലോ അത് തന്നെയായിരുന്നു അവന്റെ ആ ഉള്ളിലെ ആ ഒരു ക്യാരക്ടർ പതിയെ 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 ഓർമ്മകൾ തിരിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, പതിയെ പതിയെ അവൻ ആരാണെന്ന് മനസ്സിലായി. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഈ ഗ്യാലോയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഗ്യാലോ അവൻ ഫൈറ്റോണല്ല എന്ന് എങ്ങനെയാണ് നമ്മുടെ ബോവറിന് മനസ്സിലായത്? ഈ പറഞ്ഞതുപോലെ തന്നെ പതിയെ പതിയെ ബോവറിനും അവന്റെ ആ ഒരു ഓർമ്മകൾ തിരിച്ചു കിട്ടുമല്ലോ. ഈ ഫൈറ്റോണ് നേരത്തെ തന്നെ ബോവറിന് അറിയാം, അവന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ ഗ്യാലോ ഫൈറ്റോന്റെ പേര് പറഞ്ഞു തന്നാലും ഇത് അവനല്ല എന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ബോവൻ നീ ഫൈറ്റോണല്ല നീ ആരാണ് എന്ന് അവന്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യത്തിൽ ഒരു ക്ലിയർ ആയില്ലേ? ഇനി ഈ മൃഗങ്ങൾ ഇത്രത്തോളം മൃഗീയമായിട്ടുള്ള ഇത്രത്തോളം എന്താ പറയുക ഒരു ഡിഫറന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഇതായി മാറിയത് എങ്ങനെയാണ്? എന്തായാലും പൂർണ്ണമായിട്ടും അത് ഈ ഗ്യാലോ ചെയ്തു വെച്ചതല്ല. അവൻ ചെറിയ ചെറിയ ഭ്രാന്തുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 800 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു എന്താ പറയുക ഗ്രഹത്തിലേക്ക് ഈ ഷിപ്പ് വന്ന് നിന്നിട്ടുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യരുടെ തന്നെ ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തിന്ന് ഈ ഓരോ പൊടികളും പൊളിച്ച് അതിൽ മനുഷ്യരെയും തിന്ന് സർവൈവ് ചെയ്ത് അങ്ങനെ 800 വർഷം കൊണ്ട് എന്താ പറയാ ഒരു വലിയ ഇവല്യൂഷൻ തന്നെ ഇവർക്ക് ഉണ്ടായാണ് ഈ രൂപത്തിലേക്ക് ഇവരെത്തി നിൽക്കുന്നത് ഇപ്പോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ജീവികളും ഉണ്ടായത്. എന്തായാലും അവസാനം കുറച്ചു പേർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റിയല്ലോ, ഒരു 1000-ഓളം പേർക്ക്. ഇനി ഒരു പുതിയ ലോകത്തെ ഇവരിവിടെ ഉണ്ടാകട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ തീർത്തത് കേട്ടോ. അപ്പൊ കഥ പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ 10-ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കാരണം കിളി വർത്തിയ ഒരു സ്റ്റോറിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോ ഓക്കെ, ബൈ.